അപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുന്നേൽപ്പിക്കപ്പെട്ട ഈ കുരുന്നുകൾ, ആ കുരുന്നുകൾ നമ്മുടെ കയ്യിലുള്ള അമാനത്താണ്. ഒരു രക്ഷിതാവ് നമ്മുടെ കയ്യിൽ ഈ കുട്ടിയെ കൊടുന്നേൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ മദ്രസയുടെ രജിസ്റ്ററിൽ ആ കുട്ടിയെ ചേർക്കുമ്പോൾ, ഈ രക്ഷിതാവിൻ്റെ മനസ്സെന്താണ്? ഞാനാണ് ഈ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്, ഇവന് വേണ്ട എല്ലാ തർബിയത്തും നൽകൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അതെനിക്ക് സാധിക്കൂല, എനിക്ക് അറിവില്ല, അല്ലെങ്കിൽ അറിവനുസരിച്ച് ഈ കുട്ടിയെ വളർത്തിയെടുക്കാനുള്ള ചുറ്റുപാടുകൾ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്നാണ് ആ രക്ഷിതാവ് നമ്മളെ ഈ കുട്ടിയെ ഏൽപ്പിക്കുമ്പോൾ അയാളുടെ മനസ്സ്, അഥവാ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിലയ്ക്ക് ഈ കുട്ടിക്ക് ആവശ്യമായ അറിവുകൾ പകരുന്നതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ഗുണകാംക്ഷ അത് നമ്മുടെ ബാധ്യതയാണ്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഈ വിഷയം മുഅല്ലിങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. അവരുടെ ബാധ്യതകളും കടമകളും കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ നസ്റുൽ മുതഅല്ലിം വ മൻഉഹു മിനൽ അഖ്ലാഖിൽ ദമീമ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മുതഅല്ലിം, ഒരു വിദ്യാർത്ഥിക്ക് ഗുണം കാക്ഷിക്കുക, അവനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവനെ ഉത്തമനായ ഒരാളായി കൊണ്ടുവരിക, അതിനുവേണ്ട എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകുക. ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയാൽ മാത്രം വരാ മൻഉഹു മിനൽ അഖ്ലാഖി ദമീമ, ചീത്തയായ സ്വഭാവങ്ങളിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതും ഈ ഉസ്താദിൻ്റെ ബാധ്യതയാണെന്ന്. അത് നമ്മൾ മദ്രസയിലെ ഉസ്താദാകട്ടെ, ദർസിലെ ഉസ്താദാകട്ടെ, കോളേജിലെ ഉസ്താദാകട്ടെ, ആ ഉസ്താദിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് തൻ്റെ കയ്യിലുള്ള, തൻ്റെ കീഴിലുള്ള ഈ കുട്ടിയെ എല്ലാ ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഉസ്താദ്മാരൊക്കെ ചീത്ത സ്വഭാവങ്ങൾ കാണുമ്പോൾ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും പണ്ട് കാലങ്ങളിലൊക്കെ അടിക്കേണ്ടി വരികയാണെങ്കിൽ അടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ വളർത്തിയെടുത്ത് പിൽക്കാലത്ത് ആ വിദ്യാർത്ഥി, അന്ന് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷമമായി കണ്ടിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് അവൻ പറയുന്നത്, അന്ന് ഉസ്താദിനെ അതിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്തി, എനിക്ക് നല്ല വഴി കാണിച്ചു കൊടുത്തിട്ട് തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഏറ്റവും മോശപ്പെട്ടവനാകുമായിരുന്നു, അന്ന് ആ ഉസ്താദ് ചെയ്ത അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരവസ്ഥ പിൽക്കാലത്ത് വരും. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവരല്ല, നമുക്കൊക്കെ അറിയുന്നതാണ്. ആ നിലക്ക് അവരെ ഉപദേശിച്ച് നിർദ്ദേശിച്ച് അവരെ വളർത്തിയെടുക്കണം. പക്ഷേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉപദേശിച്ചാൽ മാത്രം പോരാ, നാം ഉപദേശിക്കുന്ന ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് കാണേണ്ടതുണ്ട് എന്ന്. അപ്പോഴേ ആ ഉപദേശം ഫലപ്രദമാവുകയുള്ളൂ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, യംബഗി അൻ യസ്തഖീമ ഹുവ, ഇസ്തിഖാമത്തിന് വേണ്ടി ആ വിദ്യാർത്ഥിയെ നമ്മൾ ഉപദേശിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇസ്തിഖാമത്തുള്ളവരാകണം, നമ്മൾ നേർവഴിയിൽ നടക്കുന്നവരാകണം, ജീവിക്കുന്നവരാകണം. സുമ്മ യുതാലിബുഹു ബിൽ ഇസ്തിഖാമ, പിന്നെ വിദ്യാർത്ഥിയോട് ഇസ്തിഖാമത്ത് കൊണ്ട് നമ്മൾ ആവശ്യപ്പെടണം. ഇല്ലെങ്കിൽ വയില്ല ഫന്നുസുല യംഫഉ, ഈ ഉപദേശം ഈ നിലക്കല്ലെങ്കിൽ സ്വയം ഇല്ലാത്ത കാര്യം കുട്ടിയെ ഉപദേശിക്കുന്നു, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല, അത് ഉപകാരപ്പെടുകയില്ല എന്നാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പം നമ്മൾ ഉസ്താദുമാർ ഇത് കൃത്യമായിട്ട് നിസ്കരിക്കണം കേട്ടോ, അതുപോലെ ഒന്നുണ്ടാക്കുമ്പോൾ എന്നൊക്കെ പാലിക്കണം കേട്ടോ എന്ന് ഈ മദ്രസ പുസ്തകത്തിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ കിതാബുകളിൽ നിന്നാകട്ടെ അവരെ ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്വയം ആ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ ആ കുട്ടി അത് ശരിക്കും ഉൾക്കൊള്ളുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഫലപ്രദമാകുകയില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഇന്നൽ ഇഖ്തിദാ ബിൽ അഫ്ആലി ആഖദു മിനൽ ഇഖ്തിദാ ബിൽ അഫ്ആൽ, മനുഷ്യൻ്റെ ബിൽ അഫ്ആലി ആഖദു മിനൽ ഇഖ്തിദാ ബിൽ അഖ്വാൽ, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, അവൻ്റെ വാക്കുകൾ, ആ വാക്കുകളെക്കാൾ ഏറ്റവും ശക്തമായി അവനെ പിന്തുടരാൻ ഏറ്റവും അർഹത അവൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണെന്ന്. അവൻ്റെ വാക്കുകൾ ഉപദേശങ്ങളെക്കാൾ അവൻ എന്ത് പ്രവർത്തിക്കുന്നു, അങ്ങനെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ പലപ്പോഴും തന്നെ പല കാര്യങ്ങളും നമ്മൾ ഉസ്താദുമാർ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ്
നമ്മളൊക്കെ അത് ചെയ്തത്. അല്ലാതെ ഉസ്താദ് നമ്മളോട് ഉപദേശിച്ചിട്ടല്ല. ഉസ്താദ് ചെയ്യുന്നത്, ഉസ്താദ് നിസ്കരിക്കുമ്പോൾ ഓരോ നിസ്കാരത്തിൻ്റെയും മുമ്പ് പിന്നെ റവാത്തിബ് സുന്നത്ത്, ദുഹാ നിസ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദ് ഇങ്ങനെ നിർവഹിക്കുന്നത് നമ്മൾ കാണാം. അതിങ്ങനെ നമ്മളിങ്ങനെ കാണുമ്പോൾ അപ്പോൾ അത് ചെയ്യേണ്ട കാര്യം അത് സ്വയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അതിന് നാം സ്വയം വിധേയരായി തീരുകയും ചെയ്യുന്ന, അത് നമ്മുടെ ജീവിതത്തിലെ നിത്യ സ്വഭാവമായി മരിക്കുന്നത് വരെയുള്ള സ്വഭാവമായി മാറുന്നു. ഒരു പക്ഷേ ഉസ്താദ് ദുഹാ നിസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണമെന്നോ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവില്ല. അതേ അവസരം ഉസ്താദ് ചെയ്യുന്നത് കണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ കുട്ടികൾക്ക് മാതൃകാ പുരുഷന്മാരാകണം. അപ്പോഴേ ആ കുട്ടികളിൽ അത് വേണ്ടതുപോലെ അത് ഫലപ്രദമാവുകയുള്ളൂ എന്നാണ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അങ്ങനെ ഒരു ഉമ്മത്തിന്, ഭാവി സമൂഹത്തിന് അടിത്തറവാകുന്ന നമുക്ക് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് പൂർണ്ണമായി നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെ ഓർമ്മപ്പെടുത്തലും അതിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ നിർദ്ദേശിക്കലുമൊക്കെ ഈ മഹത്തായ സംഗമം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. ഈ ശുഭ്രധാരികളായ ഈ മഹത്തായ വിഭാഗം വാസ്തവത്തിൽ ഇതാണ് ഈ സമുദായത്തിന് ചലിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവുകയില്ല. അല്ലെങ്കിൽ അതിൻ്റെ ചലനം അത് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നത് ഈ മഹത്തായ ഉസ്താദ്മാരിലൂടെയാണ് പ്രധാനമായും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിങ്ങനെ കണ്ടാൽ മനസ്സിന് എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു റാഹത്തുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. അതോടൊപ്പം ഇതിനൊക്കെ ഈ സംവിധാനമൊരുക്കിയത് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്ക് വേണ്ട ആ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കി തന്നു. അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. നാം സമസ്തയുടെ പ്രവർത്തകരാണ്. ഒരുപക്ഷെ സമസ്തയുടെ പ്രവർത്തകന്മാരിൽ നിന്ന് ഏറ്റവും രംഗത്ത് സജീവതയിലുള്ളത് ഈ മഹത്തായ ഈ ശുഭ്രധാരികളായ ഈ മഹത്തായ ഉസ്താദുമാരാണ്. പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഇത്ര സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. സമൂഹവുമായി ഇത്രയേറെ ബന്ധപ്പെട്ട പ്രവർത്തകന്മാരാരാളുള്ളത്? SOS ആണ്, അല്ലെങ്കിൽ SKSF ആണ്. അവർക്കൊക്കെ ഒരു പരിധിയുണ്ട് സമൂഹവുമായി ബന്ധപ്പെടാൻ. അതേ അവസരം ഈ മുഅല്ലിമീങ്ങളാകുന്ന നമ്മൾ ഉസ്താദുമാർ ഈ സമൂഹവുമായി ഏറെ ബന്ധപ്പെടുന്നതാണ്. മാത്രമല്ല, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് കുട്ടി ചെന്ന് പറയുമ്പോൾ അതിന് യാതൊരു സംശയവുമില്ലാതെ നമ്മുടെ രക്ഷിതാക്കൾ അത് ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഉസ്താദ് ഒന്ന് വിളിച്ചു കൂട്ടിയാണ്ട് രക്ഷിതാക്കളെ പറയുമ്പോൾ അതവർ ഉൾക്കൊള്ളുന്നു. അതുപോലെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയാൽ അവരത് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്നു. അതിന് മറു ചോദ്യമില്ല. ആ നിലക്കാണ് ഈ സമൂഹം നമ്മെ കണ്ടിട്ടുള്ളത്. അത് തികച്ചും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. എന്തിന്? നമ്മുടെ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടിയല്ല, ഈ ദീനിൻ്റെ നിലനിൽപ്പിന്, ഈ ദീനിൻ്റെ വളർച്ചയ്ക്ക്, ഈ ദീനിനെതിരെ വരുന്ന സകലമാന പ്രതിമലോമ ശക്തികളെയും പ്രതിരോധിക്കുന്നത് നമുക്ക് അല്ലാഹു തആല തന്ന ഈ മഹത്തായ കഴിവ്, ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് ഏറ്റവും ആ വിഷയം പ്രാവർത്തികമാക്കിക്കൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദുമാരാണ് എന്നുള്ളതിൽ സംശയമല്ല. സമൂഹവുമായി ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. അതുപോലെ തന്നെ നമ്മുടെ സമസ്തയുടെ സന്ദേശങ്ങൾ, സമസ്തയുടെ നിലപാടുകൾ, സമസ്തയുടെ തീരുമാനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും ശക്തമായ അവസ്ഥ സൃഷ്ടിക്കുന്നവരും ഈ ഉസ്താദുമാർ തന്നെ എന്നുള്ളത് വസ്തുതയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഏറെക്കാലം ആഗ്രഹിച്ച ഒന്നാണ് നമുക്കൊരു പത്രമുണ്ടാകണമെന്ന്. എന്ന് നമ്മുടെ ഉസ്താദുമാർ പലപ്പോഴും അതിനു വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ യോഗം ചേർന്നിട്ടുണ്ട്. ഉണ്ടാക്കണമെന്ന് പറയും, അപ്പോഴത്തിന് അതിന് വേറെ നേരം വെളുക്കുമ്പോഴത്തിന് അതിന് തടസ്സം വരുന്നത് നമ്മളൊക്കെ അനുഭവിച്ചവരാ. ഒരു ദിവസം നമ്മുടെ സുന്നി മഹലിൽ, ഞാൻ ഓർക്കുന്നുണ്ട്, സുന്നി മഹലിൽ വൈകുന്നേരം മുതൽ സുബ്ഹി വരെ ഒരു പത്രം പുറത്തിറക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അതിനുള്ള വഴികൾ ആരാഞ്ഞത്, അതിനൊക്കെ വേണ്ട ആളുകളൊക്കെ നിശ്ചയിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ടോ
നേരം വെളുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് വേണ്ട എന്നുള്ളത് അത് നമുക്ക് പിന്നെ നിർദ്ദേശങ്ങൾ വന്നു. പിന്നെ ആ പത്രം ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ തന്നെ പലപ്പോഴും ആഗ്രഹിച്ച സംഗതികളാണ്. അത് പ്രാവർത്തികമാക്കാൻ ഏറ്റവും ശക്തമായ പിന്നെ പ്രവർത്തനങ്ങൾ നടത്തിയത് നിങ്ങളാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട കൊട്ടുമല ബാപ്പ മുസ്ലിയാർ നവൽറാഹു മർക്കറ മഹാനവറുകളുടെ നേതൃത്വത്തിലാണ് ലാസ്റ്റ് സമയം പത്രം തുടങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നത്. അങ്ങനെ അവസാനം പത്രം തുടങ്ങാൻ തീരുമാനിച്ചു. 3 എഡിഷനാണ് ആദ്യമായിട്ട് തീരുമാനിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ഉസ്താദുമാരിലേക്ക് ഇട്ടുകൊടുത്തു. പിന്നെ നോക്കുമ്പോൾ ഉസ്താദുമാർ സജീവമായി രംഗത്ത് വന്നപ്പോൾ നമുക്ക് 3 എഡിഷൻ മതിയാകയില്ല. അങ്ങനെ അത് തുടക്കത്തിൽ തന്നെ 6 എഡിഷനായിട്ടാണ് വരുന്നത്. അതെന്തുകൊണ്ട്? ഉസ്താദുമാരുടെ ആവേശവും അവരുടെ പ്രവർത്തന ശേഷിയും അവർക്ക് ഉള്ള ആ പ്രത്യേക അവസരങ്ങളും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ 6 എഡിഷനും. ചരിത്രത്തിൽ ഇന്ത്യയിൽ എന്നല്ല, ഒരു പക്ഷേ ലോകത്ത് തന്നെ ചരിത്രത്തിൽ 6 എഡിഷനുമായിട്ട് തുടങ്ങുന്ന ഒരു പത്രം അത് സമസ്തയുടെ സുപ്രഭാതമല്ലാതെ മറ്റൊരു പത്രവും ഇല്ല എന്ന് അതിൻ്റെ പത്രത്തിൻ്റെ ആളുകൾ തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതിന് കളമൊരുക്കിയത് ബഹുമാനപ്പെട്ട ഉസ്താദുമാരാണ്. പിന്നീടുള്ള എല്ലാ വർഷവും തന്നെ സുപ്രഭാതത്തിൻ്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നിലുണ്ടാകാറുള്ളത് ഈ ഉസ്താദുമാരും SKSSഫുമാണ്. പക്ഷേ പിൽക്കാലത്ത് നമുക്ക് ഈ അടുത്ത വർഷങ്ങളിൽ നമുക്ക് ചില വിഷമങ്ങൾ വന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ സമസ്തയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് സുപ്രഭാത ക്യാമ്പയിൻ്റെ അവസരത്തിൽ അതിലേക്ക് ആളെ ചേർക്കാൻ തുടങ്ങുമ്പോൾ ചില കമ്മിറ്റിക്കാർ, നമ്മൾ ആരെ കുറ്റപ്പെടുത്തുന്നില്ല, ഓരോ നിങ്ങളെ ഇതിനെ ഏൽപ്പിച്ചതല്ലാന്ന്. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചാണ്. പള്ളിയിലുള്ളവരോട് പറഞ്ഞ് നിങ്ങളെ ഏൽപ്പിച്ച ഇവിടെ ഇമാമത്തുക്കാരെന്ന് തീർച്ചയായിട്ടാണ് പത്രം പ്രചരിപ്പിക്കുക. അങ്ങനെ നമ്മളെ ഉസ്താദുമാർ വളരെ വിഷമിച്ച ഘട്ടങ്ങൾ ഈയിടെ അടുത്തായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ അവസരത്തിൽ നമ്മുടെ SKSSF ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് സാധാരണ എത്ര കോപ്പിയാണോ ആ പിന്നെ പ്രദേശത്ത് ഉണ്ടാകാറെന്ന് വെച്ചാൽ അതിലേറെ കോപ്പികൾ ബഹുമാനപ്പെട്ട SKSSFും കൂടി പ്രവർത്തിച്ചുകൊണ്ട് അതുണ്ടാക്കി. അത് അവരുടെ പ്രവർത്തനങ്ങളെ അതൊക്കെ ഈ പ്രവർത്തനങ്ങൾ മുഖേന അതൊക്കെ മന്ദീഭവിച്ചു പോയത് നമുക്ക് അനുഭവമുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ ഇനി സമ്മേളനങ്ങളാണ്. ആ സമ്മേളനങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തിയത് എന്ന് വെച്ചാൽ 100-ാം വാർഷികം. ആ 100-ാം വാർഷികത്തിന് വേണ്ടി ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയത് ബഹുമാനപ്പെട്ട ഉസ്താദുമാരാണ്. അതൊക്കെ പലപ്പോഴും ചർച്ചാ വിധേയമാകുന്ന കാര്യമാണ്. അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അവരെ നല്ല നിലയിൽ ഭാവിയിലുള്ള അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വാഹകരാക്കി മാറ്റുന്നതിലും, അതുപോലെ തന്നെ സമസ്ത എന്ന് പറയുമ്പോൾ അത് സാധാരണ സംഘടനയല്ല. നമ്മളെ ഉസ്താദുമാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു ദീനാണ്, അതൊരു ദീനി സംവിധാനമാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ കോലം ഒന്നും ഈ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അത്രമാത്രം ശക്തമായിരുന്നു ദീനിനെതിരെയുള്ള ദീനെന്ന് പറയുമ്പോൾ യഥാർത്ഥ ദീൻ എന്ന് പറയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅ മാ അന അലൈഹി വസ്സാബി എന്ന് പറയുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ് വാസ്തവത്തിൽ സമസ്ത. നമ്മുടെ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ അതിനോട് ഇതേ ആശയമാണ് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും മാ അന അലൈഹി വസ്സാബി എന്ന് പറയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത. അതിൻ്റെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിച്ചപ്പോൾ അതിനെതിരെ പല പ്രവർത്തനങ്ങളും വന്നപ്പോൾ അതിനെ തടയിട്ടുകൊണ്ട് ആ ദീനിനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ നിലനിർത്താനും വളർത്താനും വേണ്ടിയാണ് സമസ്ത രൂപീകൃതമായിട്ടുള്ളത്. അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും ലക്ഷ്യം എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട പിന്നെ സയ്യിദ് തങ്ങളവറുകൾ ആ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തി. 1-ാമത്തെയും 2-ാമത്തെയും ഭരണഘടനയിൽ അത് സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദീനിനെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യലാണ്. 2-ാമത്തേതാകട്ടെ അതിനെതിരെ വരുന്ന സകലമാന പ്രതിലോമ ശക്തികളെയും തടഞ്ഞ് നിർത്തല. അത് നിയമാനുസൃതമായിക്കൊണ്ട് അവരെ തടഞ്ഞു നിർത്താനുള്ള പ്രവർത്തനങ്ങളാണ് 1ഉം 2ഉം സുന്നത്ത് ജമാഅത്ത. അപ്പോൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് ജമാഅത്ത.
അതിൻ്റെ നിലനിൽപ്പും വളർച്ചയും അതാണ് വാസ്തവത്തിൽ മദ്രസ പ്രസ്ഥാനം എന്ന് പറയുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അന്ന് മദ്രസ പ്രസ്ഥാനം അത് സമസ്ത തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ദീനിനെ ഈ രൂപത്തിൽ കാണാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സമസ്ത അത് മഹാന്മാർ, അല്ലാഹു തആലാന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സയ്യിദ് അന്നത്തെ മഹാന്മാരായ സയ്യിദുമാർ അവർ സ്ഥാപിച്ചതാണ്. അതിനുള്ള ലക്ഷ്യവും അതിൻ്റെ കർമ്മ പദ്ധതികളും അതിൻ്റെ മാർഗങ്ങളും അവർ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുക. ആ ഉറച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ ഉറച്ചു നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത പല കാര്യങ്ങളും നിർദ്ദേശിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്താ ഇങ്ങനെ, എന്നാ അങ്ങനെ എന്നല്ല. നമുക്ക് സംശയങ്ങളുണ്ട്. നമ്മളുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ നികത്തുക. അതോടൊപ്പം സമസ്ത ഏത് തീരുമാനമാണോ എടുത്തത്, ഏത് നിലപാടാണോ എടുത്തത്, അതിൽ ഉറച്ചു നിൽക്കുക. അതാണ് നമ്മുടെ ബാധ്യത. ആ തീരുമാനങ്ങളെയും നിലപാടുകളെയും സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്കെന്താ കഴിയുക, അത് നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മഹാന്മാർ, കഴിഞ്ഞു പോയ മഹാന്മാർ നമുക്ക് കാണിച്ചിട്ട് തന്ന ആ ശരിയായ വഴിയിൽ, ശരിയായ ദീനിൽ, സുന്നത്ത് ജമാഅത്തിൽ, സമസ്തയിൽ അടിയുറച്ചു നിന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, മരണാവസ്ഥം വരെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ മഹാന്മാർ ഇത് കെട്ടിപ്പടുത്തവരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരും വഴി കാണിച്ചു തന്നവരും എല്ലാമായ അവരടക്കമുള്ള കഴിഞ്ഞുപോയവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരും നമ്മുമായി ബന്ധപ്പെട്ടവരെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും.